നമസ്കാരം. സത്യം പറഞ്ഞാൽ കള്ളുകുടിച്ച കുരങ്ങിനെ തേളുകുത്തി എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലാണിപ്പോൾ PV അൻവർ. സഖാവ് അൻവറിൽ നിന്ന് അൻവർ ഗാന്ധിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ച സ്ഥിതിക്ക് അൻവർ മാതൃകയാക്കേണ്ടിയിരുന്നത് മുൻഗാമിയായ നെയ്യാറ്റിൻകര MLA സഖാവ് R സെൽവരാജിനെയായിരുന്നു. UDFിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ സെൽവരാജ് പിറ്റേന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് എന്തൊരു മെയ്വഴക്കത്തോടെയാണ്. അതാണ് പറയുന്നത്, സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയം. ജപ്പാനിലേക്ക് പോകുന്ന നീരാവിയെ തടയണ കെട്ടി നിലമ്പൂരിൽ വെച്ച് തടഞ്ഞു നിർത്തുന്നത് പോലെ എളുപ്പമല്ല രാഷ്ട്രീയമെന്ന് അൻവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം സെൽവരാജ് 8 നിലയിൽ പൊട്ടിയെങ്കിലും ഒരു തവണ വിജയിക്കാനായി എന്നെങ്കിലും സെൽവരാജിന് പറയാം. അത് മനസ്സിലാക്കിയിട്ടും ശരീരത്തിന്റെ അപ്സ്റ്റെയറിൽ ആൾപ്പാർപ്പില്ലാത്തവരെ പോലെ അൻവർ പെരുമാറരുത്. ഓടുന്ന മുയലിന്റെ പുറത്ത് ചക്കയിടാനും നോക്കരുത്. മലർന്നു കിടന്ന് തുപ്പുമ്പോൾ എത്ര ഉയരത്തിൽ പോകുന്നുവോ അതാണ് രാഷ്ട്രീയ നിലപാട് എന്ന് മാത്രം കരുതിയതിൻ്റെ പ്രവൃത്തി ദോഷമാണല്ലോ അൻവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതേ നിലപാട് ഒരു ശീലമാക്കിയാൽ ആരാണ് സഹിക്കുക? അൻവറെ, നിങ്ങൾ നിങ്ങളുടെ മെത്ത ഒരുക്കിയാൽ മാത്രം പോരാ, അതിൽ കിടക്കാനും പഠിക്കണം. ഏറെ വിജ്ഞാനമുള്ള ഗൗളി കതകിനിടയിലിരുന്ന് ചാകും. ചേറ്റിൽ പുതഞ്ഞ ആനയെ കാക്കയും കൊത്തും. തൻ്റെ ചിറകുകൾ കൊണ്ട് കാട്ടുതീ കെടുത്തിക്കളയാം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ശലഭം എടുത്തു ചാടുമോ? UDFിന് നേരെ അൻവർ കാട്ടിയത് അത്തരമൊരു മണ്ടത്തരമാണ്. കുറുക്കൻ സിംഹത്തോട് പൊരുതാൻ പോകരുതെന്ന് കാട്ടുമൃഗങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലുള്ള അൻവറിന് അറിയാത്തതാണോ? ഒടുവിൽ എന്തു സംഭവിച്ചു? കക്കാൻ തവിടുമില്ല, കുടിക്കാൻ കാടിയുമില്ല, കിടക്കാൻ വീടുമില്ല എന്ന അവസ്ഥയായില്ലേ? നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഒഴിവാക്കുന്നത് എന്ന് പണ്ടാരോ ചോദിച്ചതുപോലെ ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ? മുമ്പിൽ കിടക്കുന്ന മുതലയെ പേടിച്ച് പിറകിൽ കിടന്ന കടുവയുടെ വായിൽ ചെന്ന് ചാടിയാൽ എന്തു ചെയ്യും? പിണറായിയെ പേടിച്ച് സതീശന്റെ മുമ്പിൽ ചെന്ന് പെട്ടതല്ലേ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം? മാളത്തിനുള്ളിൽ പാമ്പും പുറത്ത് പൂച്ചയും ഇരിക്കുമ്പോൾ എലിക്കുണ്ടാകുന്ന ദുഃഖമാണ് ഇപ്പോൾ അൻവറിനെ ചൂഴ്ന്നു നിൽക്കുന്നതെന്ന് സ്വന്തമെന്ന് അൻവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള അണികൾക്ക് പോലും അറിയാം. ഞണ്ടിനെ നേരെ നടത്തുന്നത് പോലെ അസാധ്യമാണ് സതീശനെ തൻ്റെ വഴിയെ നടത്താനുള്ള അൻവറിന്റെ ശ്രമമെന്ന് പറയാതെ വയ്യ. UDFിന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞിട്ട് അവരുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരവും വനം വകുപ്പും നൽകി മന്ത്രിയാക്കണം എന്ന് പറയാൻ മാത്രം തൊലിക്കട്ടി എവിടെ നിന്ന് കിട്ടിയതാണാവോ? ഈ ആവശ്യം കേട്ട് ചിരിക്കാത്തതായി ആസേതു ഹിമാചലത്തിൽ ഒരു കൊച്ചു കുഞ്ഞു പോലുമില്ല. അതുകൊണ്ട് തന്നെ അൻവറെ, പണ്ട് G സുധാകരൻ ഒബാമയോട് കവിതയിലൂടെ ചോദിച്ച അതേ ചോദ്യമാണ് ഇപ്പോൾ നിലമ്പൂരുകാർക്ക് അൻവറിനോട് ചോദിക്കാനുള്ളത്. മാരീജനോ മാൻപേടയോ ആരാണ് നീ അൻവറിക്ക? ഒന്നുകിൽ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സതീശനെ മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ ന്യായാന്യായങ്ങൾ ആലോചിച്ചിട്ടാകട്ടെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മന്ത്രിസ്ഥാനം കിട്ടിയാൽ സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല. മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം. ഇതെന്തൊരു അവകാശവാദമാണ്! അതുമാത്രമാണോ? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇപ്പറയുന്ന സതീശൻ പോലും മന്ത്രിയാകും എന്ന് കരുതിയതാണ്. എന്നിട്ട് അത് നടന്നു. അതാണ് UDFിന്റെ അവസ്ഥ. അവിടെ വണ്ടിക്കാളയ്ക്ക് പുല്ലില്ല, പിന്നെയാണോ തെണ്ടിക്കാളയ്ക്ക്? പണ്ട് AK ആന്റണി ഭരിക്കുമ്പോൾ K മുരളീധരൻ വേണ്ടെന്ന് പറഞ്ഞ ഒരു കീടനാശിനി വകുപ്പുണ്ട്. മിണ്ടാതിരുന്നാൽ അതെങ്കിലും കിട്ടും. വെറുതെ ഇങ്ങനെ ഒറ്റയാൻ മണ്ടത്തരം പറഞ്ഞ് സ്വന്തം അണികളെയെങ്കിലും നാണം കെടുത്തരുത്. ചിലരറിയും കാലത്ത്, ചിലരറിയും ഉച്ചയ്ക്ക്, ചിലരറിയും വൈകിട്ട്, ചിലരൊട്ട് അറിയുകയേയില്ല. അൻവർ ഇങ്ങനെ തുലാസിൽ വെച്ച തവളയെപ്പോലെ നടന്നാൽ സമീപ ഭാവിയിലൊന്നും രക്ഷപ്പെടാൻ ഇടയില്ല. അൻവറെ, തക്കാളി പഴമാണ് എന്നറിയുന്നത് വിജ്ഞാനം. അത് ഫ്രൂട്ട് സലാഡിൽ ഇടരുത് എന്ന് തീരുമാനിക്കുന്നത് വിവേകം. അതിനാൽ വേഗം പഴുക്കാനായി അൻവറിക്ക വാശി പിടിക്കരുത്. വേഗം പഴുത്താൽ വേഗം ചീയും. അതിനാൽ ഓർക്കുക, കേരളത്തിന് ഒരു PC ജോർജ് തന്നെ ധാരാളമാണ്.